യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളഞ്ഞതുമെന്ത്? ദുഷ്ടന്റെ അഹങ്കാരത്തിൽ എളിയവൻ അനുതപിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങൾ അവർ തന്നെ പിടിപ്പെടട്ടെ. ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു. ദുഷ്ടൻ ഉന്നതഭാവത്തോട് അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു. ദൈവമില്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും. അവന്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു. നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ. തന്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു. ഞാൻ കുലുങ്ങിയാൽ ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു. മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു. അവൻ രഹസ്യമായ അഗതികളുടെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു. സിംഹം മറ്റു കാട്ടിലെന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു. എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു. എളിയവനെ തന്റെ വലയിൽ ചാടിച്ച് പിടിക്കുന്നു. അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു. അഗതികൾ അവന്റെ ബലത്താൽ വീണുപോകുന്നു. ദൈവം മറഞ്ഞിരിക്കുന്നു. അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു. അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. യഹോവേ, എഴുന്നേൽക്കണമേ. ദൈവമേ, തൃക്കൈ ഉണർത്തണമേ. എളിയവരെ മറയ്ക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നത് നീ ചോദിക്കുകയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നത് എന്തിന്? നീ അത് കണ്ടിരിക്കുന്നു. തൃക്കൈകൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയ്ക്കുകയും നീ ദയ നോക്കിക്കൊണ്ടിരിക്കുന്നു. അഗതി തന്നെത്താൻ നിങ്കൽ ഏൽപ്പിക്കുന്നു. അനാഥന് നീ സഹായിയാകുന്നു. ദുഷ്ടന്റെ ഭുജത്തെ നീ ഓടിക്കണമേ. ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ. യഹോവ എന്നേക്കും രാജാവാകുന്നു. ജാതികൾ അവന്റെ ദേശത്ത് നിന്നും നശിച്ചു പോയിരിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടാതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായിച്ച് കേൾക്കുകയും ചെയ്യുന്നു.